വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയപരിധി ചുരുക്കിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകാതെ വലിയൊരു വിഭാഗം അപേക്ഷകർ മാർച്ച് 15 വരെ ലഭിച്ച അപേക്ഷകരാണ് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ ഇടം നേടുക. ഇതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം വരെയുള്ള അപേക്ഷകൾ പരിഗണിക്കുമെന്ന കമ്മീഷന്റെ ഉറപ്പ് വെറുതെയായി. പിന്നെ 7-ാം തീയതി ഫെബ്രുവരിയാണ് ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ആവുന്നത്. അത് SIRന്റെ റോളാണ്. അത് കണ്ടിട്ട് ബാക്കി വരുന്ന അഡീഷൻസ്, ഡിലീഷൻസ്, ഷിഫ്റ്റിംഗ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇന്നൊരു 3 മാസം ഉണ്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ. ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ പേര് കൂട്ടിച്ചേർക്കാം. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വേളയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ നൽകിയ ഉറപ്പാണ് പാഴ്വാക്കായത്. നവംബറിലാണ് സംസ്ഥാനത്ത് SIR നടപടികൾ ആരംഭിച്ചത്. പിന്നീട് നീണ്ട 3 മാസത്തെ പ്രക്രിയകൾക്ക് ശേഷം ഫെബ്രുവരിയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 8.9 ലക്ഷത്തോളം വോട്ടർമാർ ഈ പട്ടികയിൽ നിന്ന് പുറത്തായി. എന്നാൽ അർഹതപ്പെട്ട ഒരു വോട്ടറെയും പട്ടികയിൽ നിന്ന് പുറത്താക്കില്ലെന്നായിരുന്നു തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. ഇതിൻ പ്രകാരം അർഹതപ്പെട്ട എല്ലാവർക്കും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകുമെന്നും കമ്മീഷൻ ഉറപ്പ് നൽകി. എന്നാൽ പൊടുന്നനെയാണ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ മാറ്റമുണ്ടായത്. വോട്ടർമാരിൽ നിന്ന് ലഭിച്ച അപേക്ഷകളുടെ നടപടികൾ പൂർത്തിയാക്കാൻ പരമാവധി 10 ദിവസം ആവശ്യമാണെന്നും ആയതിനാൽ മാർച്ച് 15 വരെ അപേക്ഷ സമർപ്പിച്ചവർ മാത്രമായിരിക്കും സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ ഇടം നേടുകയെന്നും കമ്മീഷൻ അറിയിച്ചു. ഇതോടെ മാർച്ച് 16-നും 23-നും ഇടയിൽ അപേക്ഷ സമർപ്പിച്ചവർ പട്ടികയിൽ നിന്ന് പുറത്തായി. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള ഇവരുടെ അവകാശവും നഷ്ടപ്പെട്ടു. മാർച്ച് 15-ന് ശേഷം ലഭിച്ച അപേക്ഷകളിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക. കമ്മീഷന്റെ തെറ്റായ അറിയിപ്പിലൂടെ അർഹതപ്പെട്ട നിരവധി പേർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. നടപടികളിൽ മാറ്റം വരുത്തി മാർച്ച് 23 വരെ അപേക്ഷ സമർപ്പിച്ച അർഹരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.